പ്രൈസ് ദ ലോർഡ്, ഹല്ലേലൂയ. പ്രിയ സഹോദരങ്ങളെ, ഇന്ന് നമ്മുടെ ആശുപത്രി വാസത്തിലാണ് കേട്ടോ. ഈ ദിവസങ്ങളിലൊക്കെ ഇന്നോ നാളേക്ക് ആയിട്ട് ഡിസ്ചാർജ് ചെയ്യാനൊക്കെ സാധ്യതയുണ്ട്. ഞാൻ കണ്ടൊരു പ്രത്യേകത, ഇവിടെ MI ആശുപത്രിയിലാണ്. അപ്പോൾ ഇവിടെ ഒരു ചാപ്പലൊക്കെ ഉണ്ട്. ഒറ്റയ്ക്ക് കുഞ്ഞൊരു ചാപ്പലാണ്. സിസ്റ്റേഴ്സിനും അച്ഛന്മാർക്കൊക്കെ പ്രാർത്ഥിക്കാൻ വേണ്ടി മാത്രം കുഞ്ഞൊരു ചാപ്പൽ, ഗ്രാമശ ഒഫീഷ്യൽ പ്രെയറൊക്കെ ചെല്ലാനുള്ളത്. അപ്പോൾ കുറേ സമയം കൂടി ഇരിക്കുമ്പോൾ ഭയങ്കരമായ ഒരു സാന്നിധ്യം. അപ്പോൾ ഞാനിവിടെ ഉള്ള പേഷ്യൻസിന് വേണ്ടിയൊക്കെ പ്രാർത്ഥിക്കുന്നു. അത് വലിയൊരു കാര്യമാണ്. നമ്മൾ ആശുപത്രി വാസത്തിൽ, നമ്മുടെ കാത്തലിക് ഹോസ്പിറ്റൽ കഴിഞ്ഞ ദിവസം ഞാൻ പറഞ്ഞില്ല നമ്മൾ തിരഞ്ഞെടുക്കണമെന്ന്. നമ്മൾ കുറേ സമയമാകുമ്പോൾ നമ്മൾ റൂമിൽ മടുത്തു പോകും. അപ്പോൾ നമ്മൾ ദിവികാരുണ്യ സന്നിധിയിലിരുന്ന് വചനം വായിക്കുക, പ്രാർത്ഥിക്കുക. അത് പ്രാർത്ഥിക്കാനുള്ളൊരു അവസരമാക്കിയിട്ട്, ഞാനാണെങ്കിൽ എനിക്കങ്ങനെ അടങ്ങി ഒതുങ്ങി ഇരുന്ന് ശീലമൊക്കെ കുറവാണ്. അപ്പോൾ അതുകൊണ്ട് ഒരു ദേവാലയത്തിൽ കുറച്ച് നേരം ഇരിക്കുമ്പോൾ അത് ഭയങ്കരമായ, ഇപ്പം അച്ഛൻ്റെ മുഖത്ത് ചെറിയൊരു ക്ഷീണം ഉണ്ടായിരിക്കും, പക്ഷെ എന്നാലും ഒരു ഉണർവ് നിങ്ങൾക്ക് തോന്നുന്നുണ്ടാകുമല്ലോ. ഇതാണ് ഈ തമ്പുരാൻ്റെ മുമ്പിലിരിക്കുമ്പോൾ ഒരു സന്തോഷം, ഇച്ചിരി വേദനയും പ്രയാസമൊക്കെ ഉണ്ടാകാം. എന്നാൽ ഇത് നിങ്ങൾ ചെയ്തോളൂ. പ്രത്യേകിച്ച് നിങ്ങൾ കാത്തലിക് ഹോസ്പിറ്റലിൽ തിരഞ്ഞെടുക്കണം. അതുപോലെ തന്നെ അവിടെ ചാപ്പലിലിരിക്കണം. രോഗിയാണെങ്കിൽ ഇത് അപ്പം അച്ഛൻ്റെ കണ്ടില്ലേ, അപ്പോൾ അവിടെ ചാപ്പലിലിരിക്കുമ്പോൾ അത് വലിയൊരു ബ്ലെസ്സിങ് ആക്കിയിട്ട് കർത്താവ് മാറ്റും. ഇന്ന് നമ്മൾ ധ്യാനിക്കുന്നത് ഏശയ്യ 40:31. അവിടെ വചനം പറയാണ്, എന്നാൽ ദൈവത്തിൽ ആശ്രയിക്കുന്നവർ വീണ്ടും ശക്തി പ്രാപിക്കും. അവർ കഴുകന്മാരെ പോലെ ചിറകടിച്ചുയരും. അവർ ഓടിയാലും ക്ഷീണിക്കുകയില്ല, നടന്നാൽ തളരുകയുമില്ല. കഴുകനെ പോലെ ചിറകടിച്ചുയരും, തളർന്നു പോകാതെ ഓടിയിടും. തളർന്നു പോകാതെ ഓടിയിടും. കൃപയാലേ ആ കൃപയാണത്. ആ കൃപ നേടിയെടുക്കാനാണ് നമ്മൾ പെട്ടെന്ന് കൃപയാലേ എന്നുള്ള പദം വിട്ടുപോയി. കൃപ നേടിയെടുക്കുന്നതാണ് പ്രിയ സഹോദരങ്ങളെ. പ്രത്യേകിച്ച് ഇവിടെ ഈശോ ഉണ്ടല്ലോ, ദിവികാരുണ്യത്തിൽ ഇവിടെ ദിവികാരുണ്യ ഈശോ ഉണ്ട് ഇവിടെ. അപ്പോൾ അതുകൊണ്ട് ഈശോയുടെ സന്നിധിയിൽ, അതുകൊണ്ടാണ് നമ്മൾ കാത്തലിക് ഹോസ്പിറ്റലിൽ തിരഞ്ഞെടുക്കണം. ചാപ്പലുണ്ടെങ്കിൽ ചാപ്പലിൽ പോയിട്ടിരിക്കാൻ പരിശ്രമിക്കണം. നിങ്ങൾക്ക് അറിയില്ലെങ്കിൽ അവിടെ സിസ്റ്റേഴ്സൊക്കെ ഉണ്ടെങ്കിൽ, കാത്തലിക് ഹോസ്പിറ്റലിൽ എന്തായാലും സിസ്റ്റേഴ്സ് ഉണ്ടാകും. സിസ്റ്ററെ ചാപ്പലുണ്ടോ എന്ന് ചോദിച്ചു അവിടെ പോയിരുന്നു നിങ്ങളൊന്ന് പരിശീലിച്ച് നോക്കുന്നൊരു സഹോദരമാണ്. ഭയങ്കരമായ മാറ്റം അവിടെ കാണാൻ പറ്റും. ഹല്ലേലൂയ. ഈശോ നമ്മളെല്ലാവരെയും സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ. കുർബാനയും കാര്യങ്ങളൊക്കെ നന്നായിട്ട് പോകുന്നുണ്ട്. മെയ് മാസമാണ്, വണക്കമാസത്തിൻ്റെ കാര്യം മറന്നിട്ടില്ലല്ലോ അല്ലേ. ഈശോ നമ്മളെ സഹായിക്കട്ടെ കേട്ടോ. രക്ഷിതാവായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ അനുഗ്രഹിക്കുന്നു. എപ്പോഴും എന്നേക്കും. ആമേൻ.